ഭക്തജനങ്ങളെ, പണ്ട് വായിച്ച ഭഗവതിയുടെ വേദമഹോത്സവത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലാപരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഹൃദയകരമായ സ്വാഗതം ആദ്യം തന്നെ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ഈ കമ്മിറ്റിക്ക് നിങ്ങളിൽ ഓരോരുത്തരുടെയും അത് 10 രൂപ ആയിക്കോട്ടെ, 1000 രൂപ, 15 രൂപ ആയിക്കോട്ടെ, അതിന്റെ എല്ലാത്തിനും മൂല്യമാണ് നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പരിപാടികൾക്ക് ആധാരം. അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മളുടെ ഈ പരിപാടി ഇവിടുന്ന് വരുന്ന ഓരോ സംഗതികളിലും വരുന്ന ഇവിടുന്ന് മാറ്റിവെക്കുന്ന തുകകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഉത്സവത്തിന്റെ ഭാഗമായി ബാലൻസ് വരുന്ന തുകകൾ ഞങ്ങൾ സഹകരിച്ച് അതിന് സംഘടിച്ച് ഈ അമ്പലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സംരംഭം ഇവിടെ ചെയ്യണമെന്ന് നമ്മളുടെ ഈ കമ്മിറ്റി കൂടിയാലോചിച്ചുകൊണ്ട് അത് നടക്കുകയും അതോടൊപ്പം തന്നെ നമ്മളുടെ കമ്മിറ്റിയിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന 2-3 ആളുകളുണ്ട്. അതിവിടെ പറയാതെ വയ്യ. നമ്മളിവിടെ നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ എല്ലാത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ എല്ലാത്തിൻ്റെയും 3-4 മാസമായി ഇവിടുത്തെ ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ ശ്രീ സ്വാമിനാഥൻ, നമ്മുടെ മോഹനൻ, അതുപോലെ തന്നെ ചന്താമരാക്ഷൻ, ഈ ഗോപാലകൃഷ്ണൻ, അങ്ങനെയുള്ള എല്ലാ വ്യക്തികളുടെയും നിരന്തരമായ നമ്മുടെ സാന്നിധ്യം പറയും വയറ് പൊളിരു മുറുക്കി കെട്ടിയിട്ടാണ് ഞങ്ങൾ പിരിക്കാൻ പോകുന്നത് എന്നാണ് നമ്മുടെ സാന്നിധ്യം പറയുക. അത് സത്യമാണ്. അവൻ പോകുന്നതും വരുന്നതും ഒക്കെ തന്നെ അവന്റെ കയ്യിൽ നിന്ന് പെട്രോൾ എന്ത് സൗകര്യ ചെലവും എല്ലാം തന്നെ അവന്റെ സ്വന്തം കയ്യിൽ നിന്ന് ചെലവാക്കിയിട്ടാണ് ഈ പരിപാടികളൊക്കെ തന്നെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നതും. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരും തന്നെ എവിടെ പോയാലും വണ്ടവാഴ്ചക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭഗവതിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അത് ചെയ്തു തരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞാൽ ഉടൻ അടുത്ത പ്രോജക്റ്റ് അത് പറഞ്ഞാൽ ഈ അമ്പലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ പ്രവർത്തന ഫണ്ടിലേക്ക് നിങ്ങളാൽ കഴിയുന്ന ചെറിയ സംഭാവനയായാലും വലിയ സംഭാവനയായാലും അത് ചെയ്തു തരുവാൻ നിങ്ങൾ എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടർന്നും മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു.